കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിനെയും ഷാഫി പറമ്പിലെയും ഒരുപോലെ വർഗീയതയിലേക്ക് തള്ളിവിട്ട അല്ലെങ്കിൽ CPM-ന്റെ ഒരു നുണബോംബ് കഴിഞ്ഞ ദിവസം പൊട്ടിയിരുന്നു. അറിയാലോ, കാഫിർ സ്ക്രീൻഷോട്ട്. ഇപ്പോൾ അതിൽ CPM അല്ലെങ്കിൽ DYFI ഏറ്റവും ആദ്യം പ്രതിസ്ഥാനത്ത് നിർത്തിയിരുന്ന MS നേതാവായ കാസിമിന് ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുകയാണ് SIT. ഇനിയുള്ള ഈ SITയുടെ മുന്നിലുള്ളത് നമ്മുടെ റിവേഷ് രാമകൃഷ്ണനും കൂടാതെ അറസ്റ്റിലായിരിക്കുന്ന ജിതിൻ ഭാസ്കറുമാണ്. ഇനി ഇവരുടെ ഭാവി എന്തായിരിക്കും? അല്ലെങ്കിൽ MSF നേതാവിനെ ഉപദ്രവിച്ചതിൽ ഇവർക്ക് ഇനി മാക്സിമം കിട്ടാൻ പോകുന്ന ഒരു ശിക്ഷയും കാര്യങ്ങളും എന്തായിരിക്കും? അവർക്ക് എന്ത് ശിക്ഷ കിട്ടും എന്നതിലല്ല, ഇതിനകത്ത് നമ്മൾ എടുത്തു വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ 2024 നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിലാണ് ഈ ഒരു വിഷയം ഉണ്ടാകുന്നത്. വിഷയം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഷാഫി പറമ്പിൽ വടകരയിലേക്ക് മത്സരിക്കാൻ വരുന്നു. ആ മത്സരിക്കാൻ വന്നതിനു ശേഷം വലിയ ഭയം CPM-ന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. കാരണം ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഒരു മുൻനിര പോരാളി എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഷാഫി പറമ്പിലിൻ്റെ അന്നത്തെ ഇമേജ് കേരളത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഓറയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എൻ്റെ ഒരു സംശയം അതല്ല, ഈ നമ്മുടെ ആ സമയത്ത് ഷാഫി പറമ്പിൽ എതിരാളി എന്ന് പറയാൻ നമ്മുടെ KK ശൈലജ ടീച്ചറമ്മയായിരുന്നു. എന്തുകൊണ്ട് ടീച്ചറമ്മ മത്സരിക്കുമ്പോൾ ഷാഫി പറമ്പലിനെ കേവലം CPM-കാർ ഭയക്കണം? ഷാഫി പറമ്പിലിനെ പറ്റി നിനക്ക് അറിയാത്തത് കൊണ്ടാണ്. ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ 2026 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 80-90 മണ്ഡലങ്ങളിലും പോയി പ്രചരണം നടത്തി. ആ പ്രചരണത്തിൽ കാണാൻ മാക്സിമം ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, സിനിമാ നടന്മാരൊക്കെ വന്നു കഴിഞ്ഞാൽ വരുന്ന ആളുകളുടെ ആരവം നമുക്കറിയാം. പക്ഷേ ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു പൊളിറ്റിക്കൽ പേഴ്സൺ വരുമ്പോൾ ഇത്തരത്തിൽ ജനങ്ങൾ അവിടേക്ക് ഇരച്ചു കയറി വരണമെങ്കിൽ, അയാളെ ഒരു നോക്ക് കാണാൻ, അയാളുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾ ഇരച്ച് തള്ളി വരണമെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകും. ഇപ്പം ഞാൻ പത്തനാപുരത്ത് നിന്നാണ് വരുന്നത്. പത്തനാപുരത്ത് ഷാഫി പറമ്പിൽ വന്നിറങ്ങിയ ഒരു ദിവസമുണ്ട്. അന്ന് അവിടെ കൂടി ഒരു ആരവമുണ്ട്, അവിടെ വന്ന ജനതയുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ ഞെട്ടിപ്പോകും, ഇതെന്താണിത്? ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരാൾ വരുമ്പോഴത്തേക്ക് ഇത്ര ആളോ? അവിടുത്തെ കോൺഗ്രസ്സുകാർ പോലും വലിയ രീതിയിൽ പ്രചരണം കൊടുത്തില്ല ഷാഫി പറമ്പിൽ വരുന്നുണ്ടെന്ന്. അവിടെ ഏതെങ്കിലും ഒരു നേതാവ് വരുന്നത് പോലെ വന്നതല്ല ഷാഫി പറമ്പിൽ. ഷാഫി പറമ്പിൽ വന്നപ്പോഴത്തേക്കും വന്ന ജനക്കൂട്ടം എല്ലാവരുടെയും അന്ന് അവിടെ ഉണ്ടായിരുന്ന CPM-കാരുടെയും BJP-കാരുടെയും കണ്ണ് തള്ളുന്ന രീതിയിലായിരുന്നു. അതിന് അല്ലെങ്കിൽ അതിൻ്റെ മേളിൽ വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു പിന്നീട് അവിടെ ഗണേഷ് കുമാർ വേടനെ കൊണ്ടുവന്ന് വലിയൊരു പരിപാടി നടത്തി. ഒന്നും ജനക്കൂട്ടമുണ്ടായിരുന്നു. ഷാഫി പറമ്പിൽ വന്നതിനേക്കാൾ കൂടുതൽ ജനക്കൂട്ടം ഉണ്ടായിരുന്നു. അവിടെ നിന്ന ആളുകളുടെ വാക്കുകൾ ഞാൻ കേട്ടതാണ്. ഈ വരുന്ന വോട്ടുകളെല്ലാം വോട്ട് ബാങ്കുകളായി മാറുകയാണെങ്കിൽ ഗണേഷ് കുമാർ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും, 10-40,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്ന് പറഞ്ഞു. കാരണം നമുക്കറിയാം വേടൻ അന്നുണ്ടായിരുന്ന റേഞ്ച് എന്താണെന്ന്. വേടൻ ഇന്ന് എവിടെ ഒരു പരിപാടി അവതരിപ്പിച്ചു കഴിഞ്ഞാലും ജനം കൂടുമെന്നൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇലക്ഷന് മുമ്പോട്ട് വേടൻ ഉണ്ടായിരുന്ന ഒരു ഇമേജ് നമുക്കറിയാമേ. പക്ഷേ വേടൻ എന്ന് പറയുന്ന ഒരു കലാകാരന് കിട്ടുന്നൊരു ജനപിന്തുണയാണത്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കലയെ സ്നേഹിച്ച് വരുന്ന ആളുകളാണ്. അദ്ദേഹം ഇന്ന് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ ഒരു രാഷ്ട്രീയ നേതാവ് വരുമ്പോൾ അവിടേക്ക് ജനങ്ങൾ ഒഴുകി വരുന്നുണ്ടെങ്കിൽ, അതൊന്നും പ്രതീക്ഷിക്കാതെയാണ്, അദ്ദേഹത്തിൻ്റെ ഒരു ശബ്ദം കേൾക്കാൻ വേണ്ടി മാത്രം അവിടേക്ക് ഒഴുകി വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ, അന്നുണ്ടായിരുന്ന ഷാഫി പറമ്പിലിൻ്റെ ഇമേജ് ചെമ്പട, ശൈലജ ടീച്ചറുടെ ചെമ്പട എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ച് ഷാഫി പറമ്പിലിനെ ഓരോ സ്ഥലങ്ങളിൽ നിന്നും ഓടിക്കുമ്പോഴും അവരറിയാതെ 1000-2000 വോട്ടുകൾ ഷാഫി പറമ്പിലേക്ക് വന്നു ചേരുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, വടകര എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ട. അവിടെ മത്സരിക്കാൻ വരുന്ന ആരാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അന്നുണ്ടായിരുന്ന ഏറ്റവും വലിയ ഇമേജ് ഉള്ള ഒരാൾ, ശൈലജ ടീച്ചർ. കോവിഡ് എന്ന മഹാമാരിയിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും സംരക്ഷിച്ചു എന്ന് PR വർക്കിലൂടെ 100 തവണ 1000 തവണ CPM-മാർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ അവിടേക്ക് വരികയാണ്. അവിടെയാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വ്യക്തി ശൈലജ ടീച്ചർക്ക് എതിരായിട്ട് വരുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിനെ വർഗീയപരമായിട്ട് ഉപയോഗിക്കണം. ആ വർഗീയപരമായിട്ട് ഉപയോഗിക്കാൻ എന്താണെന്ന് ചെയ്തത്? കാഫിർ എന്ന് പറയുന്ന ഒരു സ്ക്രീൻഷോട്ട്. കാഫിർ എന്ന് ഉദ്ദേശിച്ചത് ഇയാൾ കാഫിർ, ബാക്കിയുള്ളവരെല്ലാം കാഫിറാണ്, ഇയാൾ നമ്മുടെ സമുദായത്തിൽപ്പെട്ട ഒരാളാണ്, അതുകൊണ്ട് ഇയാൾക്ക് നമ്മൾ വോട്ട് കൊടുക്കണം. അങ്ങനെ ഷാഫി പറമ്പിലിനെ വർഗീയ ചേരിതിരിവുണ്ടാക്കി ഒരു മുസ്ലിം എന്നൊരു ഐഡന്റിറ്റി കൊടുത്തുകൊണ്ട്, മുസ്ലിം ആയതുകൊണ്ട് നിങ്ങൾ വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മതേതര മണ്ണിൽ വന്ന് വോട്ട് ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കണ്ടതാണ്. അന്ന്
ആ ഓരോ പ്രസ്താവനയ്ക്കും 1000 10,000 വോട്ടുകൾ ചേർന്നാണ് 1,00,000 വോട്ടിന് ഷാഫി പറമ്പിൽ അവിടെ വിജയിക്കുന്നത്. ആ കാഫിർ സ്ക്രീൻഷോട്ട് അന്ന് CPM അന്ന് മുസ്ലിം ലീഗ് പറഞ്ഞു ഇത് ഞങ്ങളല്ല ചെയ്തതെന്ന് പലതവണ പറഞ്ഞു. അന്ന് എന്താണ് അതിന്റെ പഴി ആ ഒരു MS നേതാവായ അന്ന് CPM പരാതി കൊടുക്കുന്നു, മുസ്ലിം ലീഗും പരാതി കൊടുക്കുന്നു. CPM പരാതി എടുക്കുന്നു, മുസ്ലിം ലീഗിന്റെ പരാതി എടുക്കുന്നുണ്ട്. പക്ഷേ ആ കേസ് എവിടേക്ക് പോകുന്നു? ഇപ്പോൾ ആ കാഫിൻ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് MSF പ്രവർത്തകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ കേസെടുക്കുന്നു, മുന്നോട്ട് പോകുന്നു. അതിനുശേഷം മുന്നോട്ട് പോയതിനു ശേഷം അദ്ദേഹത്തിന്റെ ഫോണുകൾ കോടതിയിൽ ഹാജരാക്കുന്നു, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ മുന്നിൽ ഹാജരാക്കുന്നു. അതിൽ നിന്നും ഒന്നും കണ്ടെത്താൻ കഴിയാതെ പോകുന്നു. അവസാനം കോടതിയിൽ എന്താണ് ഇത് തെളിയിക്കാൻ കഴിയാത്ത കേസാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നു. അപ്പോൾ ഈ മുസ്ലിം ലീഗിന്റെ നേതാവ് അല്ലെങ്കിൽ MSFന്റെ നേതാവ് അയാൾ അത്രയും നാളും അദ്ദേഹത്തിനുണ്ടാക്കിയ മാനഹാനിയുണ്ട്, അദ്ദേഹത്തെ ആക്ഷേപിച്ച ആളുകളുണ്ട്. അപ്പോൾ പകരം ചോദിക്കണം. UDF അധികാരത്തിൽ വന്ന സമയത്ത് തന്നെ മുസ്ലിം ലീഗ് കൃത്യമായി പരാതിയുമായിട്ട് പോകുന്നു, രമേശ് ചെന്നിത്തലയെ കണ്ട് പരാതി കൊടുക്കുന്നു. അതിൻ്റെ പേരിൽ ഒരു SIT ഉണ്ടാക്കി അന്വേഷണം ആരംഭിക്കുന്നു. അന്വേഷണം ആദ്യം തന്നെ ആ കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയെന്ന് പറയപ്പെട്ട MSF പ്രവർത്തകൻ ഉണ്ടല്ലോ, കാസിം എന്ന് പറയുന്ന ആ പ്രവർത്തകൻ നിരപരാധിയാണ് എന്ന് ആദ്യം തന്നെ തെളിയിക്കുന്നു. അതിനുശേഷമാണ് SIT അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയാണ് DYFI നേതാവ്, അയാളാണ് ആദ്യമേ ഇത് പ്രചരിപ്പിച്ചത്, പിന്നീട് SFI പ്രവർത്തകരിലേക്കും പോകുന്നത്. അപ്പോൾ ഇന്ന് നമുക്കറിയാൻ കഴിയുന്ന വാർത്ത എന്ന് പറയുന്നത് ഔദ്യോഗികമായിട്ട് ഈ കാസിം എന്ന് പറയുന്ന MSF പ്രവർത്തകൻ നിരപരാധിയാണ് എന്ന് SIT പുറത്തേക്ക് വിടുകയാണ്. ഇനി ഇവരുടെ രണ്ടുപേരും, ഈ DYFI പ്രവർത്തകന്റെയും SFI പ്രവർത്തകന്റെയും കോടതിയിലാണ് കേസ് നടക്കുന്നത്. ജാമ്യാപേക്ഷ കൊടുത്തിട്ടുണ്ട്. നാളെയാണ് പരിഗണിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണെങ്കിലും കോടതിയുടെ മുന്നിലേക്ക് ഇത് ജനാധിപത്യം എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന് മേൽ എത്രത്തോളം വർഗീയത CPM എന്ന് പറയുന്ന ഒരു പാർട്ടിയും അതിന്റെ പോഷക സംഘടനകളും ചെയ്തിട്ടുണ്ട് നമ്മൾ കണ്ടതാണ്. TP രാമകൃഷ്ണൻ പേരാമ്പ്രയില് തഹലിയ മത്സരിക്കുമ്പോൾ ഇതേ സാധനം ഉപയോഗിച്ചു. അവിടെ എന്താണ് കുട്ടി യഥാർത്ഥത്തിൽ വർഗീയത എവിടെയൊക്കെ പറഞ്ഞോ, എവിടെയൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കിയോ, അവിടെ എല്ലാം പൊട്ടിപ്പാളിസായ ചരിത്രമാണ് CPM-നുള്ളത്. ഇപ്പോ രണ്ടാമത്തെ വിഷയമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. 2 വട്ടമായി ഇനിയും CPM ഇതുമായി ബന്ധപ്പെട്ട് CPM ഏകദേശം മനസ്സിലായി. കാരണം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM എടുത്തിട്ടുള്ള ചില നിലപാടുകളുണ്ട്. നേമത്ത് SDPI വോട്ട് വാങ്ങി ഞങ്ങൾ മുന്നോട്ട് പോകും. കേരളത്തിൽ മുഴുവൻ SDPI എന്താണ് പറഞ്ഞത്? ഞങ്ങൾ CPM-ന് വോട്ട് കൊടുക്കും. ഞങ്ങൾ CPM-നോട് ചോദിച്ചു, നിങ്ങൾ ആ വോട്ട് വാങ്ങിക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരുടെയും വോട്ട് വാങ്ങിക്കും. ഇതായിരുന്നു CPM-ന്റെ നിലപാട്. ഒരു മതേതര നിലപാട് പോലും CPM ഇപ്പോഴും പറയുന്നത് എന്താണ്? ഞങ്ങൾ പുരോഗമന പ്രസ്ഥാനമാണ്. പുരോഗമനത്തിന്റെ അങ്ങേയറ്റം എത്തിയപ്പോൾ ഈ വർഗീയ സംഘടനകളുമായിട്ട് കൂട്ടുചേർന്നാൽ അതും ഒരു പുതിയ പുരോഗമനമാണ് എന്ന് പറയുന്ന ആശയത്തിൽ മുന്നോട്ട് പോയതിന്റെ ഫലമാണ് ഇന്ന് നിയമസഭയിൽ കാണുന്ന 36 പേർ. ഇതിൽ മറ്റൊരു കാര്യം, അല്ലെങ്കിൽ കയ്യടി ലഭിക്കുന്ന മറ്റൊരാളുണ്ട്, കുറ്റ്യാടി MLA പാറക്കൽ അബ്ദുള്ള. ഈ ഒരു MSF നേതാവിനെതിരെ ഈ ഒരു കള്ളക്കേസുമായി CPM മുന്നോട്ട് പോയപ്പോൾ ഈ കാസിമിനോടൊപ്പം അല്ലെങ്കിൽ ഈ ഒരു ലീഗ് നേതൃത്വത്തിനൊപ്പം കട്ടയ്ക്ക് ഉറപ്പിച്ച് കൂടെ നിന്നിരുന്ന ഒരു വ്യക്തിയാണ് പാറക്കൽ അബ്ദുള്ള. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു നിശ്ചയദാർഢ്യം കൂടിയാണ് കാഫിർ സ്ക്രീൻഷോട്ടിലെ ഒരു ഇൻവെസ്റ്റിഗേഷനും കൂടാതെ ആ SIT രൂപീകരിച്ച് ശരിയായ പാതയിലുള്ള ഒരു അന്വേഷണം വന്നതും. തീർച്ചയായിട്ടും നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പിട്ട് തന്നെ പറഞ്ഞൊരു പേരായിരുന്നു പാറക്കൽ അബ്ദുള്ള എന്ന് പറയുന്നത്. നമ്മൾ വിജയിക്കുമെന്ന് പറഞ്ഞിരുന്ന ഒരാൾ തന്നെയായിരുന്നു. കാരണം അദ്ദേഹം ഷാഫി പറമ്പിൽ അന്ന് ഇറങ്ങി വരുന്നൊരു, അതായത് മത്സരിക്കാൻ വരുമ്പോൾ കൂടെ നടന്ന് സഹോദരന് തുല്യമായിട്ട് നടന്ന് ഷാഫിയെ വിജയിപ്പിക്കാൻ വേണ്ടി നടന്ന ഒരാളാണ്. ആ തെരഞ്ഞെടുപ്പിൽ ഈ ഒരു വിഷയം ഉണ്ടായപ്പോൾ, മുസ്ലിം ലീഗിന് ഒരു വിഷയം ഉണ്ടായപ്പോൾ, ഇപ്പോൾ നമുക്കറിയാം മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഇങ്ങനെ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ അപ്പം തന്നെ അവർ പ്രതികരിക്കുന്ന ആളുകളാണ്. ഇപ്പോൾ നമ്മൾ കണ്ടതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ലിജു ആലപ്പുഴയിൽ മത്സരിക്കാൻ വന്നപ്പോൾ ഇതുപോലൊരു മുസ്ലിം ലീഗിന്റെ പ്രവർത്തകൻ പറഞ്ഞത് അപ്പൊ തന്നെ അയാളെ പാർട്ടിയിൽ നിന്ന് ഇങ്ങനെയുള്ള വിഷയങ്ങൾ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കൃത്യമായിട്ട് നിലപാടെടുക്കുന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അതിൽ ആ കൂടെ നിന്ന് ആ പ്രവർത്തകനെ സംരക്ഷിക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത പാറക്കൽ അബ്ദുള്ളയെ പോലുള്ള ഒരുപാട് ആളുകളുടെ പരിശ്രമത്തിന്റെ ഫലം കൂടിയാണ് ഇന്ന് ഈ ഒരു വിഷയം ജനങ്ങളിലേക്ക് എത്തുമ്പോൾ, അയാൾ നിരപരാധിയാണ് എന്ന് പറയുന്ന ഒരു കാര്യം എത്തുമ്പോൾ, ഇത്രയും നാളും വേട്ടയാടിയ ആളുകൾ അവരായിരുന്നു യഥാർത്ഥ വേട്ടക്കാർ എന്ന് തിരിച്ചറിയുന്ന നിമിഷമാണ്.